ആ കാലം തൊട്ട് നമ്മൾ പാർട്ടി പ്രവർത്തിക്കുന്നു, ഇന്നും പാർട്ടി പ്രവർത്തിക്കുന്നു. നമ്മൾ ഒരാൾക്ക് വേണ്ടിയല്ല, നമ്മുടെ കാര്യത്തിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോഴും ഈ പാർട്ടി ഉള്ളത്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാതെ ഇപ്പം പാർട്ടി പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ മേധാവിത്വം, ഞാനൊരു വലിയ ആളാണ്, മറ്റേത് അങ്ങനെയല്ല, ഇന്നടുത്ത് പോകണം. ഇപ്പോൾ അന്നൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഈ വാളണ്ടിയേഴ്സായിട്ട് പോകുന്ന ഒരു സമ്മേളനം നടത്തിയാൽ വാളണ്ടിയേഴ്സായിട്ട് പോകണം. അതെ, ചുമപ്പ് ട്രൗസറ് പിന്നെ ഈ കാക്കി ഇത് വിട്ടിട്ട് എവിടെയെങ്കിലും ഒരു സമ്മേളനത്തിന് പോയാൽ ഇവിടുന്ന് 2 വണ്ടി ഇതുപോലുള്ള പരിശീലനം, ഒരു ഓതമ്പുണ്ടേ അന്നുള്ളത്, ഒരു ഓതമ്പുണ്ടേ വൈകിട്ട് ഇതിൻ്റെ പരേഡ് കഴിഞ്ഞാൽ കിട്ടുന്ന ഇതാണ്. അന്ന് പാർട്ടിക്ക് വേണ്ടി ജനങ്ങൾ ഇതേമാതിരി അങ്ങനെ പഴുത്തു ഉയർത്തിക്കൊണ്ട് വന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇന്ന് ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടോ? ഇന്ന് ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നേതാക്കന്മാരാണ്. നേതാക്കന്മാർ വന്ന് ഇവിടെ ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനം എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കുന്ന ആ പ്രസ്ഥാനം നിലനിൽക്കുക, അല്ലാതെ ആ പ്രസ്ഥാനം എന്ന് നിലനിൽക്കും. അത് ആരെയും കൊണ്ടും തകർക്കാനൊക്കത്തില്ല, പ്രസ്ഥാനം തകർക്കാനൊക്കത്തില്ല. അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഇവർ തന്നെ മാറി, അല്ലെങ്കിൽ സാമ്പത്തികത്തിനോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണെങ്കിലും പാർട്ടി നേതാക്കന്മാരൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ്. ഇപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്ന ഞാൻ ഈ CP രാമസ്വാമി, എനിക്ക് എൻ്റെ കൊച്ചിൽ ഈ റോഡിൽ CP രാമസ്വാമിക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്ന് എനിക്കറിയാം. പറഞ്ഞത് മീശ വെച്ചുകൊണ്ട് അവിടെ നടക്കാനൊക്കാത്ത ഒരു കാര്യം. അന്നും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക, പൈസയ്ക്ക് വേണ്ടിയല്ല. അങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ ഉള്ളതുകൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതാരെങ്കിലും അറിയുന്നത്? ഇപ്പം ഇങ്ങോട്ട് വന്ന് പാർട്ടിക്കാർ വന്നു ചുമല ബുക്ക് കൊടുത്ത് നീ അവിടെ പോയി ഇന്ന് ആരെങ്കിലും വിളിച്ചാൽ വരുമോ? അന്ന് അങ്ങനല്ല. നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് ഇവിടെ നമ്മുടെ റാവുവിൻ്റെ അവിടെ ഒരു അടിയാണ് പാർട്ടി, റാവുവിൻ്റെ കണ്ടെത്തി. അതിന് 4ാം പ്രതിയാണ് ഞാൻ. അന്ന് ഞാൻ PR വാസുവിൻ തന്നെ വിളിച്ചിരിക്കും. കാരണം അവിടെ വെച്ചൊരു അടി നടന്നായിരുന്നു. അടി നടന്നപ്പോഴത്തേക്ക് ഈ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. പിന്നെ ഈ അന്നേരം ഒരു 2-3 വണ്ടി പോലീസ് അവിടെ വന്നു. പോലീസ് വന്നപ്പോൾ ഞങ്ങൾ ആ വലിയ വീട്ടിൽ കഴിഞ്ഞ് ഓടി ഇല്ല, പിന്നെ അവിടെ ഒരു കടത്തുണ്ട്. ആ കടത്തിൽ ചെന്നിട്ട് ആ കൊള്ളത്തെ അക്കരെ ഇറക്കി തന്നു. അന്ന് അക്കരെ ഇറക്കിയപ്പോഴത്തേക്ക് വേറെ 3 പേരും കൂടെ എൻ്റെ ഉണ്ടായിരുന്നു. നിമിഷത്തിനുള്ളിൽ അന്ന് പോയില്ലെങ്കിൽ അന്ന് ശരിയായിട്ട് മറ്റോ നടക്കും. അതുകൊണ്ട് അക്കരെ ഇറങ്ങി കുറച്ച് നാൾ അവിടെ ഇരുന്നു. അങ്ങനെ പല പല കേസുകളിൽ ഞാൻ പ്രതിയായിട്ടുണ്ട്. ഈ കേസ് തന്നെ വെറുതെ പോകുമായിരുന്നു, ഈ അടി കേസ്. അങ്ങനെയൊക്കെ പല കേസുകളിലും നമ്മൾ അതൊന്നും ആദായത്തിന് വേണ്ടിയല്ല, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി. ആ പ്രസ്ഥാനം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് ഓരോരുത്തർക്കും ഒരു വിഷമം ഉണ്ടാകും. കാരണം ഇത്രമാത്രം കാര്യമായിട്ട് മടുത്തു ഉയർത്തിക്കൊണ്ട് വന്ന ഒരു പാർട്ടി അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുകയും നമ്മൾ തന്നെ മടുത്തു പോകും. പിന്നെ നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ നിലനിൽക്കുന്നു. ഇവിടെ ഒരു തേങ്ങാടാനൊക്കത്തില്ല. അല്ലെങ്കിൽ ഇവിടെ ആർക്കൊക്കെ ഉണ്ടായിരുന്നു സ്ഥലം എന്ന് പറയാമോ? ആർക്കൊക്കെ ഉണ്ട് സ്ഥലം? ജന്മിമാരെന്ന് പറയുന്ന ആർക്കും ജന്മിമാർ സ്ഥലം കൊടുത്തെങ്ങനെ? ഈ 10 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് കൊടുക്കാനുള്ള കാരണങ്ങൾ അത് അന്നൊരു തേങ്ങ ഇടാൻ ഒക്കുമായിരുന്നു. ഇന്ന് ബുക്കും കൊണ്ടും കണക്കെടുത്ത് തേങ്ങ ഇട്ടാൽ പോലും. ഇന്ന് എല്ലാവർക്കും കുടികിടപ്പ് കിട്ടി, എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്. പക്ഷെ അത് എങ്ങനെ വന്നു? ഇതാരെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഇവർക്ക് പറയാനുണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ. അതിന് പാർട്ടി അതിന് ശക്തമായിട്ട് തന്നെ ഇപ്പോഴും അതുപോലെ തന്നെ പാർട്ടി അങ്ങനെ നിലനിൽക്കുകയാണ്. ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പാർട്ടി അവിടെ തന്നെ നിൽക്കും. ഇത് പോകുന്നെന്ന് പറഞ്ഞാൽ ഇപ്പം തുണിയൊക്കെ അലക്കുമ്പോഴത്തേക്ക് പോകുന്ന എന്തോ പോകുന്നു, അഴുക്കാണ് പോകുന്നു എന്ന് പറഞ്ഞൊരു പാർട്ടി ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് നല്ലതായിട്ട് ഇരിക്കും. മറ്റേ അഴുക്കുള്ളതാണ് പോയിക്കൊണ്ടിരിക്കും. ഇനി എത്ര നാളായിരുന്നാലും അങ്ങനെ പോകും. അതിനെ ആർക്കും നശിപ്പിക്കാനൊക്കെ പറ്റില്ല. ജനങ്ങളത് മനസ്സിലാക്കും. ഇത് എന്തിനു വേണ്ടി പോരാടി, അല്ലെ എന്തിനു വേണ്ടി എന്നൊക്കെ ഒരുപാട് ജനങ്ങൾ അതേക്കുറിച്ച് ജനങ്ങൾക്ക് അതിന് വലിയ വലിയ വിഷമമുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പാർട്ടി ഇപ്പം നടക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ വിഷമത്തോടുകൂടി പറയാനൊക്കെ ഞാൻ പറഞ്ഞില്ല. എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ ഒരുപാട് കേസുകൾ, ഒരുപാട് പാർട്ടിക്ക് വേണ്ടി ഒരുപാട്, അത് പൈസയ്ക്കല്ല, നമുക്കതിന് ആദായത്തിന് വേണ്ടിയല്ല. ഇന്ന് നമ്മൾ നിലനിൽക്കുന്ന എൻ്റെ ഉള്ളിൽ ഇപ്പോൾ അങ്ങനെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്, ഒരുപാട് കേസുകളുണ്ട്. ആരുടെയും പാർട്ടിയുടെ ഒന്നുമില്ല. എന്നെ ഭാര്യയെ പ്രസവിച്ച് കിടക്കുമ്പോഴത്തേക്ക് ഇത് നടന്ന സംഭവമാണ്. ആ പൊന്നപ്പൻ്റെ കടയുടെ വായ്പയിൽ ആ 2 മുറി ആ ഷട്ടറിട്ട കടയില്ലേ,
അതിൻ്റെ പുറകിൽ എൻ്റെ വീട്. അന്ന് എൻ്റെ ഭാര്യ ചിങ്ങോരി പ്രസവിച്ച് കിടക്കുമ്പോഴത്തേക്ക് എൻ്റെ വീട് വളയുകയും ചെയ്തു. സർക്കിളുമൊക്കെ വന്നു. കാരണം കേടി കുന്നു എന്ന് പറയുന്നവൻ ഏതാണെന്ന് ചോദിച്ചത്. എന്നെ ആളുകളെല്ലാം കേടി കുന്നെന്നാണ് വിളിക്കുന്നത്. കാരണം ഞാൻ ഈ സ്കൂൾ പരിപാടിക്കൊക്കെ ചുമ്മാ ഞാൻ പോകും. അപ്പോൾ എല്ലാവർക്കും വലിയൊരു അപ്പം കേടി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വലിയ ചട്ടമ്പിയാണെന്നാണ് പുള്ളി ധരിച്ച് വെച്ചത്. ഇത് പേരങ്ങനെ വന്നുകൊണ്ടാണ് ഈ കേടി കുന്നെന്ന് എല്ലാവരും വിളിച്ച് അത് സർക്കിളും ഇവരെല്ലാവരും കൂടെ വന്നപ്പോൾ ഞാനില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്ന് മുടിയാർ വാസുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു വീട്, ഒരു ഒഴിഞ്ഞ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കാണിച്ചു. ഇതിനകത്തിരിക്കണം. അങ്ങനെ അവരിതുകൊണ്ടാണ് കുറച്ച് ദിവസം അവർ എന്നിട്ട് കായംകുളത്തിറങ്ങി ആ കേസിന് ജാമ്യം എടുക്കുന്നത്. അങ്ങനെ എത്ര കേസുകൾ ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് വന്ന് കുറച്ച് കുളുക്കി നടന്നവർ വന്നപ്പോൾ അവിടെ വയലുണ്ട്. അത് പിന്നെ നമ്മുടെ കൃഷ്ണമയ്യൻ്റെ വൈദ്യശാലയുടെ അവിടെ വന്ന് അവിടെ വന്നപ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രശ്നങ്ങളായി അടിയെന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയായിട്ട് അടി നടന്ന് കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും പരിക്കായി. ഒന്നൊക്കെ ഇരിക്കുന്ന സമയത്തായിരുന്നു അത് അടി നടന്നിട്ട് ഇപ്പം ഉടനെ തന്നെ അത് പോലീസ് സ്റ്റേഷനകത്ത് ഉടനെ തന്നെ ഇവിടുന്ന് കടമണമെന്ന് പറഞ്ഞു. അവിടുന്ന് അങ്ങനെ എല്ലാവരും ചടയെന്ന് തന്നെ ഈ അടി കഴിഞ്ഞ് പോകുന്നു. പിന്നെ ഈ പോലീസുകാർ വന്ന് അത് ആരൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ പേര് പറഞ്ഞു കൊടുക്കുക. കൂട്ടത്തിൽ എല്ലാം അവർക്കറിയാം. അവർ ഓരോരുത്തരുടെയും പേര് കൊടുക്കും. അങ്ങനെ ഈ ഒളിയിൽ ഇരുന്നുകൊണ്ടാണ് അന്ന് ഇതിനെ ജാമ്യം എടുക്കുന്നത്. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആറാട്ടോലെ അവിടെ ഇരുന്നുകൊണ്ട് അക്കരെ ഇറങ്ങിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ അവിടെ അവർ വന്ന് പിന്നെ ജാമ്യം എടുത്ത് പിന്നെ ആ കേസ് കുറേ നാളിങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈസയും ഒന്നുമില്ല. കേസിന് പോകാൻ തന്നെ കേസില്ല. ഇത് ചെല്ലാതിരിക്കാനൊന്നും പറ്റത്തുമില്ല. കോടതിയുടെ കാര്യം പോകാം. അപ്പം നമ്മുടെ പൈസ എല്ലാ പാർട്ടിക്കാരും എല്ലാവരും ഇല്ല. അല്ലാതെ ഞാൻ പറഞ്ഞത് പാർട്ടിക്കാരല്ലേ പൈസ തന്നില്ലെങ്കിൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളതിനു വേണ്ടി പ്രവർത്തിച്ച് കാശ് തന്നില്ലെങ്കിലും 10 പൈസ എടുക്കാൻ പ്രയാസമുള്ള സമയത്താണ് ഞാൻ പറഞ്ഞത് ഭാര്യ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് ഇതേമാതിരിയുള്ള അടി നടന്നത്. ഈ കേസ് നടന്ന് അപ്പം ഇവർ അന്ന് ചിങ്ങോരി പ്രസവിച്ച് കിടക്കുകയാണ്. അന്നേരമാണ് ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു താമസമേ. അപ്പോൾ വീട്ടുകാരും മറ്റതും ഒക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ സർക്കിളൊക്കെ അന്ന് വീട്ടിൽ വന്ന് ഇതുപോലെ ജനലൊക്കെ ഇട്ട് അടിച്ച് അടുത്ത വീട്ടുകാരോടൊക്കെ അറിഞ്ഞു പോയി. അപ്പം പിന്നെ അന്നേരം പിന്നെ അവിടുന്ന് ഈ അക്കരെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ജാമ്യം കിട്ടി. പിന്നെ ആ കേസ് കുറേ നാളങ്ങ് നടക്കുമായിരുന്നു. കുറച്ച് ഇതുപോലെ ഒരു ഓണത്തിൻ്റെ അവധി ആയപ്പോൾ കുറേ 2-3 വർഷം ഇതിൻ്റെ പുറകെ നടന്ന് അവർ രാഗത്തിലെ ഇവർ പുറകിൽ. എന്നാലും ഞങ്ങൾ ഈ കേസിൻ്റെ ടൈമിൽ തന്നെ കോടതി ചെല്ലും കായംകുളം. ഒരു പ്രാവശ്യം അപ്പം അവർ അവരുടെ ഭാഗത്ത് നിന്നും ജഡ്ജി അവരുടെ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതുപോലൊരു ഓണത്തിന് കേസിൻ്റെ വിധി പറയുമായിരുന്നു. ആ കേസ് അങ്ങനെ അങ്ങ് തള്ളുകയായിരുന്നു. അന്ന് അത്രയും ഈ കഷ്ടപ്പാടുകൾ ഇതിൻ്റെ കാശുണ്ടോ ഇല്ലേ അല്ലേ മറ്റുള്ളത് തരുമെന്നല്ല. നമ്മൾ അതിൻ്റെ സമയത്ത് നമ്മൾ ആയരാകുമെന്നേ നമ്മുടെ പ്രതികളില്ല. അങ്ങനെ ആ കേസ് വെറുതെ പോകും. പിന്നെ കേസും വഴക്കും പിന്നെ ഈ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ നടക്കി ഇതിൻ്റെ നമ്മുടെ ജോലിയും അല്ല ഇതിന് വേണ്ടി ചിലപ്പോൾ രാത്രി ചിലപ്പോൾ ഒരു ഇലക്ഷൻ വന്ന് ഒരു പ്രവർത്തനത്തിന് പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത് കുറ്റം പറയല്ല. അല്ല ഞാൻ പറയുമായിരുന്നു അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെ പാർട്ടിയെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയല്ല. ഞാൻ പറഞ്ഞില്ല പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് നമ്മൾ പിന്നെ അവിടെ കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എപ്പോഴും ആയിരുന്നാലും നമ്മുടെ മനസ്സിലുണ്ട്, അത് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാതെ വേറെ ഒരു ആദായത്തിന് വേണ്ടിയല്ല. എന്നാൽ അതിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നെ ഞാൻ എൻ്റെ ജീവിതം അങ്ങനെയാണ് ഇങ്ങനെ വന്നു. പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മളിപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മളേതാ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തിച്ച ആളാണ് അല്ലെങ്കിൽ അതല്ലേ എന്തോ ആണത്. അതിപ്പം ഇവിടെ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം പിന്നെ ഇവിടെ ഒരു സമ്മേളനം നടന്നു. ഇപ്പം പുതിയ ആൾക്കാർ അവിടെ നിന്നുകൊണ്ട് പാർട്ടി പ്രവർത്തിക്കാൻ വാന്ന് പറയുമ്പോൾ അവരുടെ ആജ്ഞ അനുസരിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാ പ്രശ്നം. അത് ഇങ്ങനെ പറഞ്ഞാൽ ആ പാർട്ടി പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പം ആർക്ക് വേണ്ടിയാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്? ഇച്ചിരി വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഇതുപോലെ കഷ്ടപ്പെട്ട് പാർട്ടി പ്രവർത്തിച്ച ആളിന് വിലയുണ്ടോ? വിലയുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ആദായത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്. അല്ലേ അവൻ ഇന്ന പോലെ പാർട്ടി കഷ്ടപ്പെട്ടവന് അല്ലെ നമ്മൾ പാർട്ടിയെ ധിക്കരിക്കുക അല്ലെ പാർട്ടി അതെപ്പോഴും പറയത്തില്ല, എപ്പോഴും പറയത്തില്ല. പാർട്ടി തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞ മുമ്പേ
സോപ്പിടുമ്പം പോകുന്നു, അഴുക്ക് പോകുന്നില്ല. അപ്പം ഞാൻ പാർട്ടി പ്രവർത്തിക്കുന്ന നമുക്ക് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ നമ്മുടെ ആദർശം അതുപോലെ അങ്ങ് നടത്തിക്കൊണ്ട് പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ പാർട്ടി വരുന്നവരെന്ന് പറയുന്നത് അവരിപ്പം ഒരു BA പഠിച്ചവരോ അല്ലെങ്കിൽ മറ്റേതുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർ വരത്തില്ല. എന്താ കാര്യം വരാനൊക്കത്തില്ല. അങ്ങനെയൊന്നും വിളിച്ചാലൊന്നും വരത്തില്ല. പാർട്ടി പടുത്തുയർത്തിയെന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളാണ്. മാസങ്ങളും ദിവസങ്ങളും ഒക്കെ ആഹാരം കഴിക്കാതെ മാങ്ങായും പച്ചവെള്ളമൊക്കെ കുടിച്ച് പാർട്ടി, അങ്ങനെയാണ് പാർട്ടി എന്ന് പറയുന്നത്. അത് ചിലപ്പം കേസ് വരും, ചിലപ്പോൾ അടി വരും, മറ്റത് വരും. നമ്മൾ പൂർണ്ണം പാർട്ടി പ്രവർത്തിക്കണം. അതിനൊന്നും ആദായത്തിന് വേണ്ടിയൊന്നും അല്ല. പക്ഷെ ഇന്നും ആരും ഇപ്പം നമ്മളിപ്പോൾ ഒരു പാർട്ടി പ്രവർത്തനം അവന് 2 അടി കിട്ടുന്നേ കിട്ടിക്കോ, എല്ലായിടത്തും ഇതുപോലുള്ള കാര്യം വരിച്ചില്ല. പിന്നെ എങ്ങനെയാണ് മനസ്സിനൊരു സമാധാനം കിട്ടും? നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇതാണ്. അല്ലാതെ നമുക്ക് ആരെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ പാർട്ടിക്കാരെ ചോദിക്കാൻ നോക്കുമോ? നീ എന്തോ കാണിക്കും, എന്നെ കൊണ്ട് പാർട്ടിയെ നന്നാക്കാൻ നോക്കും, അത് നോക്കത്തില്ല. പിന്നെ നമ്മുടെ മനസ്സിലിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോഴും പാർട്ടി തന്നെ, പാർട്ടിയാണ് ഏറ്റവും വലുത്. അത് ആ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്, അത് മാത്രമേ ഓർക്കുന്നുള്ളൂ. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അത് ആരെങ്കിലും നശിപ്പിക്കാനൊക്കത്തില്ല പാർട്ടിയെ സംബന്ധിച്ച്. അത് അങ്ങനെ തന്നെ നിലനിൽക്കും. ഇവിടെ ആളുകൾ വന്നും പോയിക്കൊണ്ടും ഇരിക്കുക തന്നെ ഉള്ളൂ. ഓരോരുത്തരും മത്സരിക്കുക, അവർ തമ്മിലങ്ങാണ്ട് മത്സരിക്കുക, അതുകൊണ്ടൊന്നുമില്ല. അത് ജനങ്ങളുടെ മനസ്സിൽ ഇവിടെ ഒരു പ്രസ്ഥാനമുണ്ട് എന്നുള്ള ഒരുപാട് ആൾക്കാർക്കെല്ലാം അറിയാം. ആ പ്രസ്ഥാനം അങ്ങനെ നിലനിൽക്കും. അതൊക്കെയാണ് എനിക്ക് പറയാറുള്ളത്. ഈ ഇങ്ങനെയുള്ള പാർട്ടിയാണ് ഇപ്പോൾ അവർക്ക് പറയുമ്പോഴോ അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുമ്പോഴോ അവരവരുടെ ഉള്ളിലിരിക്കുന്ന അവർക്ക് സ്വയമായിട്ട് തന്നെ അറിയാമല്ലോ ഇവിടെ എന്തുവാ നടക്കുന്നതെന്ന്. അത് അവരോട് ചോദിക്കേണ്ട, അവർക്ക് തന്നെ ഓരോരുത്തർക്കും അറിയാം ഇവിടെ പാർട്ടി എങ്ങനെ നീങ്ങുന്നു എന്ന്. അവർക്ക് ഇവർക്കറിയാമല്ലോ ആ പാർട്ടി എങ്ങനെ നീങ്ങുന്നു എന്നുള്ളത് അറിയാമല്ലോ, അതേത് രീതിയിൽ പോകുന്നു. അവരെ സ്വയമായിട്ട് അവരുടെ മനസ്സിലുണ്ടത് ആ പാർട്ടിയുടെ കാര്യങ്ങൾ. അത് നമ്മൾ ചോദിക്കേണ്ട, അവർക്ക് തന്നെ അറിയാം. പാർട്ടിയുടെ കാര്യം അവർക്കറിയാൻ വയ്യക്കറിയാം, എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. ഓരോരുത്തർക്കും അറിയാം, എല്ലാ നേതാക്കന്മാർക്കും അറിയാം. എത്ര ക്ലാസ്സിനുകളും പല ഇങ്ങനെ എന്തോന്ന് കൂടുക, പിന്നെ അല്ലെങ്കിൽ ഈ കമ്മിറ്റി കൂടുക. അപ്പം നമ്മുടേതായ കാര്യങ്ങളൊക്കെ വിളിക്കാൻ അവരും വിളിക്കും. അന്നും പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അങ്ങനെ വരത്തില്ല. പിന്നെ ഒരു പ്രാവശ്യം ഒരു കേന്ദ്രവിരുദ്ധ സമരം ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് പോകാനെ കൊണ്ടെന്ന് എല്ലാവർക്കും പേടിയായിരുന്നു. കാരണം എന്താണെന്നറിയാം, അന്ന് കേന്ദ്രവിരുദ്ധ സമരം എന്ന് പറഞ്ഞാൽ അവിടെ പട്ടാളം വന്ന് കിടക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങോട്ടൊന്നും പോകും. അന്ന് ഞാൻ ഈ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ കേന്ദ്രവിരുദ്ധ സമരത്തിന് അരിപ്പാട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഒരു 3-4-5 ആൾക്കാർ, ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അങ്ങനെ ഈ കേന്ദ്രവിരുദ്ധ സമരത്തിന് പോയി അന്ന് അവിടെ വെച്ച് അന്ന് EMS ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം അവിടെ SI വന്ന് കൊടി ഒന്ന് ചുരുട്ടിക്കൂട്ടി. അവിടെ വെച്ച് ചെറിയ പ്രശ്നമുണ്ടായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് അന്ന്. എന്നിട്ട് അവിടെ ഇരുന്ന ചെടിച്ചട്ടി മറ്റത് മൊത്തം ഈ പ്രശ്നങ്ങളായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ഈ കൊടിയെടുത്ത് ചുരുട്ടിക്കൂട്ടി കളഞ്ഞതിൻ്റെ പേരിലാണ് ആ പ്രശ്നം ഉണ്ടാകാൻ കാരണം. അപ്പോൾ SI ആയിട്ട് പ്രശ്നമുണ്ടായി. അങ്ങനെയൊക്കെ പല കേസുകളും നടന്നിട്ടുണ്ട് അവിടെ അരിപ്പാട്ട്. അത് കേന്ദ്രവിരുദ്ധത്തിന് പോകാനെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പേടിയോ, കേന്ദ്രവിരുദ്ധ സമരത്തിന് പട്ടാളം കിടക്കുക. ഞാൻ പോയി, ഞാനും കൂടെ പോയായിരുന്നു. അത് അന്നേരം ഈ പ്രശ്നവും നടന്നു. വേറെ പ്രശ്നവും അടിയും പിടിയൊന്നും കിട്ടിയില്ല. അതെല്ലാം പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി. അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള ഭരണമാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ഈ പാർട്ടി പറയുന്നത് എൻ്റെ അടുത്ത് പോകണം. അന്ന് ഇതുപോലെ അവിടെ ഒരു സ്ഥലത്താണ് മിക്കവാറും രാത്രി ഞങ്ങൾ പോയി ക്യാമ്പ് ചെയ്യുന്നത്. വെട്ടുമേനിയിലാണ് ആ രാത്രിയിലെല്ലാം ഞങ്ങൾ പോകുന്നത് ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി. ഒരായിട്ട് പോകാൻ പറയാൻ എനിക്ക് ഒരായിട്ട് പോകും. നന്നായി അവിടെ പറയുന്നത് വെച്ചാൽ അങ്ങോട്ട് പോകും. അത് ഈ കാര്യത്തിന് വേണ്ടിയാണ്. അന്ന് ആഹാരം കഴിക്കാനോ മറ്റതിനോ ഒന്നും നമ്മൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പോകണം. അവിടെ ചെന്നാൽ നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അല്ലാതെ നമ്മൾ ഇതുപോലുള്ള പിന്നെ ഫുഡൊക്കെ കഴിക്കാനല്ല പോകുന്നത്. ഒന്നുമില്ല, കഴിക്കാനൊന്നുമില്ല. ഇന്നങ്ങനെയാണ്. ഇന്നങ്ങനെ ആര് പോകുന്നുണ്ട്? ഒരു തിരഞ്ഞെടുപ്പ് വന്നു, ഇഷ്ടമുള്ളവർക്ക് ചെയ്തോളാം, അല്ലെങ്കിൽ അത് മറ്റടുത്ത് കുത്തിയാലോ, പ്രശ്നമൊന്നുമില്ല. ഇപ്പം നടക്കുന്നത് അതല്ലാതുള്ളൂ, അതല്ല. അതൊരു പിന്നെ അവിടുന്ന് ഒരു ചരടിൽ പിടിച്ചാൽ അത് ഒന്നിച്ചിഞ്ഞ് പോരും. അതല്ലേ, ആ ചരടെ പിടിച്ചാൽ ആ ചരട് ഒന്നിച്ചിഞ്ഞ് പോരും. ഇന്നങ്ങനെ പിടിച്ചാൽ വരുമോ?
തരത്തിൽ പലർക്കും പല പല അഭിപ്രായങ്ങളുണ്ട്. ആരെ കൊണ്ട് നേരെ ആക്കാൻ നോക്കും, ആരും കൊണ്ടുവന്ന് നേരെ ആക്കാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ വിഷമമുണ്ട്. പാർട്ടി എങ്ങനെ പോകുന്നു, പൈസ എന്ന് പറയുന്നത് പൈസ എവിടുന്ന് വന്നു, പൈസ എവിടുന്ന് വന്ന് അത് നമ്മൾ ആലോചിക്കണം. പൈസ എങ്ങനെ ഉദ്യോഗത്തിൽ നിന്ന് കിട്ടിയോ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കൾ. ആ പാർട്ടിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്, പാർട്ടിയെ സ്നേഹിക്കുന്ന ആരൊക്കെ ഉണ്ട് ഈ രാജ്യത്ത്? നമ്മളിപ്പോൾ ഒരുപാട് പേപ്പറുകളും മറ്റതും ഒരേ ദിവസം നടക്കുന്ന സംഭവങ്ങളും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഈ പാർട്ടിയിൽ ആരാണ്, പാർട്ടി എങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞും തന്നെയും നേരത്തെ ഉള്ള കാര്യം വെച്ച് നോക്കി നമ്മൾ പേപ്പറിനൊക്കെ വായിക്കുമ്പോഴത്തേക്ക് പാർട്ടിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഏതാണ്, നല്ലതേതാണ്, ചീത്ത അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മൾ പത്രം വായിക്കുക ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അത് ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കണം. എങ്ങനെയാണ് പാർട്ടിയെ സംബന്ധിച്ച് ഓരോരുത്തരുടെ നിലപാടെന്തോന്നു. അതുകൊണ്ട് ഓരോരുത്തർക്കും അങ്ങനെ പാർട്ടി പ്രവർത്തിച്ച് അതൊക്കെ അറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചുമ്മാതെ പാർട്ടിയാണെന്നും പറഞ്ഞു നടന്നു ഒരു എന്തോ പാർട്ടിയെ സ്നേഹിക്കുന്നു ആ കാര്യം പറഞ്ഞപ്പോൾ കാര്യമില്ല. നമ്മളിപ്പോൾ പണക്കാർ, എല്ലാവരും പണക്കാരൊക്കെ എൻ്റെ പണം ഞാൻ പറഞ്ഞില്ല, പണമില്ല. നമ്മൾ വല്ല തിരുനാലും ശരി ഈ കാര്യങ്ങൾ ഇത്രയും ഉറപ്പാണ് പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നത്. അത് പണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം സാധിക്കാനോ അല്ലെങ്കിൽ പാർട്ടി വഹിക്കുമ്പോൾ നമ്മുടെ കാര്യം സാധിച്ചെടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു ചിന്താഗതി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പാർട്ടിയിൽ. എല്ലാവരും ഉണ്ട്. പക്ഷേ ഇത് ഓരോ അഭിപ്രായങ്ങൾ വരുന്നത് ആരുടെ അഭിപ്രായമാണ് ഇത് ശരി? പാർട്ടിയിലെല്ലാവരും ഉണ്ട്, പാർട്ടിയിലെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ആശയം എന്തോ, ഇതിൻ്റെ ആശയം ഏത് നിലയില്ല, അല്ല ഏത് നിലയിൽ കൈകാര്യം ചെയ്യുന്നത് ഏതാണെന്ന്, ആ ഏതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെ അത് ഈ പറയുന്നത് ഏതിനു വേണ്ടി, അത് ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനമുള്ളതാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാനുള്ളതാണോ എന്നുള്ളത് ജനങ്ങൾക്കറിയണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടിയാണോ അതെങ്ങനെ വ്യക്തികൾക്ക് വേണ്ടിയാണോ അവിടെ വന്ന പ്രശ്നം? അത് ആർക്ക് വേണ്ടിയാണ്? ഞങ്ങൾ കുറച്ച് ഒരു ഗ്രൂപ്പ് മത്സരവുമായിട്ട് കാണും, ഞങ്ങളുടെ കുറേ ആൾക്കാർ ഉടനെ അവിടെ ഒരു പ്രശ്നം, പിന്നെ വേറെ ഒരു ഗ്രൂപ്പ് വന്നു. ഇന്ന് മൊത്തമായിട്ട് നടക്കുന്നതല്ലേ നടക്കുന്നു. അത് ആർക്കും അതിൻ്റെ വിഷമം ഉണ്ടാകില്ല. ഇതുപോലുള്ള പാർട്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, അവർക്കൊക്കെ മനപ്രയാസം ഉണ്ടാകും. നേതാക്കന്മാർ കളിച്ചാലും മറ്റവർ ഇത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? ഈ മേൽക്കോയ്മ കാണിക്കാനാണോ അത് പാർട്ടി നന്നാക്കാനോ? എനിക്ക് മനസ്സിലായില്ല. ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം എൻ്റെ പുറകിലും 5-8 ലക്ഷമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു വലിയ ആളാണ്, എങ്ങനെയൊക്കെയുള്ള കാര്യം മനസ്സിൽ നിന്ന് പോകാതൊന്നും ശരിയാകത്തില്ല. എങ്ങനെ പാർട്ടി ശരിയാകും? ഒരേ പ്രശ്നം വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ലേ വന്നതും ഒഴുക്കി. കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ കഴിവുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും കുറച്ച് കമ്മിമാരോ അല്ലെങ്കിൽ കുറേ സ്വാധീനമുള്ളവരും ഒക്കെ അവരുടെ പുറകെ, പിന്നെ വേറെ ഒരാൾ വരുമ്പോൾ അവരുടെ പുറകെ കുറേ ആൾക്കാർ, ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് പാർട്ടി അവിടെ വന്ന് നിൽക്കും. അതാ ഞാൻ പറഞ്ഞ പാർട്ടിയായിട്ട് നിലകൊള്ളുക. എപ്പോഴും ഇവർ വന്നും പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് പേര് വന്നും പോയിക്കൊണ്ടിരിക്കുന്നില്ല. ജനങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട്, ഒന്നിനും നേടണ്ട, നമ്മളെ ഒരു ആർക്കെങ്കിലും വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ നെയ്യും പിന്നെ EMS-ഉം ഇവരൊക്കെ എന്തോ കൊണ്ടാണ്. അവരൊക്കെ അവരുടെയൊക്കെ ഒരു തത്വമുണ്ട്, അതൊക്കെ ആരും പാലിക്കുന്നില്ല. അതാണെന്ന് ജനങ്ങൾക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാ. എന്തിനു വേണ്ടി അവർ പാടുപെട്ടു? ഈ കുടികിടപ്പ് സമരം, അങ്ങനെ ഒരുപാട് സമരങ്ങൾ നേരിട്ടിട്ടുള്ള നേതാക്കന്മാരാണ്. അവരുടെ വീട്ടിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയല്ലല്ലോ. അവരൊക്കെ അതാ ഞാൻ പറഞ്ഞ അതല്ല, അങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ അതാണ്. അതൊക്കെ ഈ പുതിയ തലമുറകളോ അല്ലെങ്കിൽ ഇപ്പോൾ പണക്കാരോ ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല, അതൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ 68 വയസ്സിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഓരോന്നോരോന്നിങ്ങനെ നടന്നിരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി ഇതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയാം.